ഉത്തർപ്രദേശിലെ ഗാസിയാബാദിൽ പ്രായപൂർത്തിയാകാത്ത 3 പെൺകുട്ടികൾ ജീവനൊടുക്കിയ സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്ത്. കുട്ടികൾക്ക് കൊറിയൻ സംസ്കാരത്തോട് അമിതമായ താല്പര്യമുണ്ടായിരുന്നു. ഡ്രാമാസ് കാണാൻ കഴിയാത്തതിൽ കുട്ടികൾ അസ്വസ്ഥരായിരുന്നു. 3 കുട്ടികൾക്കും കൊറിയൻ പേരിൽ സമൂഹമാധ്യമ അക്കൗണ്ടുകളും ഉണ്ടായിരുന്നു. അച്യുതൻ അച്യുതൻ, ഈ കൊറിയൻ ഡ്രാമ അവിടുത്തെ ഏതോ ഒരു എന്താണ് ഈ പറയുന്ന പാട്ടുപാടുന്ന സംഘം, അതിനൊക്കെ പുതിയ കുട്ടികൾക്ക് വലിയ ആവേശമൊക്കെ ഉണ്ടെന്ന് ശരിയാണ്. പക്ഷേ അതിൻ്റെ പേരിൽ കാണണ്ടെന്ന് പറഞ്ഞപ്പോഴേക്കും 3 കുട്ടികൾ താഴേക്ക് ചാടി ആത്മഹത്യ ചെയ്തു എന്നൊക്കെ ഒറ്റ കേൾവിക്ക് വിശ്വസിക്കാൻ പറ്റുന്നതാണോ അച്യുതൻ? കാശ്മീർ ഒരു ഞെട്ടിക്കുന്ന സംഭവമായിരുന്നു ഈ 3 കുട്ടികളുടെ ആത്മഹത്യ എന്നുള്ളത്. കാരണം ഈ അവരുടെ വസതിയിൽ നിന്നും താഴേക്ക് ചാടി മരിക്കുന്ന ഒരു സംഭവം ഉണ്ടാവുന്നു. തുടക്കത്തിൽ പറഞ്ഞിരുന്നത് ഇവർ ചില കൊറിയൻ ഗെയിമുകൾ കളിക്കുകയും അതിൻ്റെ ടാസ്കിൻ്റെ ഭാഗമായിരുന്നു ആത്മഹത്യ. പക്ഷേ നിലവിൽ വീണ്ടും പല വഴിത്തിരിവുകൾ ഇതിൻ്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ടുണ്ടാകുന്നു. ഇവരുടെ 8 പേജുള്ള ഇവരുടെ ആത്മഹത്യാ കുറിപ്പ്, അതിൻ്റെ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അതിൽ പറയുന്നത് ഈ ഡ്രാമ കാണാൻ അവർക്ക് കഴിയില്ല, അതിൽ അവർ അസ്വസ്ഥരായിരുന്നു. അതിന് കാരണം ഈ കുട്ടികളുടെ പിതാവിന് ഏതാണ്ട് 2 കോടിയിലധികം രൂപയുടെ കടബാധ്യത ഉണ്ടായിരുന്നു. വൈദ്യുത ബില്ല് അടയ്ക്കാൻ കഴിയാത്തതിനാൽ ഈ കുട്ടികളുടെ ഫോണ് ഇദ്ദേഹം എടുത്തുകൊണ്ടുപോയി വിൽക്കുകയും അത് കാരണം ഇവർക്ക് ഈ ഡ്രാമ പോലുള്ള ഈ കൊറിയൻ സംസ്കാരവുമായി ചേർന്ന് നിൽക്കുന്ന പലതും കാണാൻ കഴിയാത്തതിൽ ഇവർ അസ്വസ്ഥരായിരുന്നു എന്ന് കുട്ടികൾ പറയുന്നു. അവർ കൊറിയൻ സംസ്കാരത്തെ വളരെയധികം സ്നേഹിച്ചിരുന്നു. സ്വന്തം കുടുംബത്തെക്കാളും തങ്ങൾ ഈ കൊറിയൻ സംസ്കാരത്തെ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുള്ള കാര്യവും ഈ ആത്മഹത്യക്കുറിപ്പിൽ പറയുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല ഈ 3 കുട്ടികളുടെയും പേരിൽ ഈ കൊറിയൻ പേരിലുള്ള സമൂഹ മാധ്യമ അക്കൗണ്ടുകൾ ഉണ്ടായിരുന്നു. അതായത് ഈ 3 കുട്ടികൾ, അതായത് മരിയ, അലിസ, സിൻഡി എന്ന പേരിലായിരുന്നു ആ കൊറിയൻ അക്കൗണ്ടുകൾ. നിരവധി ഫോളോവേഴ്സും ഈ അക്കൗണ്ടുകൾക്കുണ്ടായിരുന്നു എന്നതാണ് കണ്ടെത്തൽ. ഇന്ത്യക്കാരെ, അതായത് ഈ പിതാവ് കുട്ടികളെ ഭീഷണിപ്പെടുത്തിയത് നിങ്ങളെ ഇനി ഉടൻ തന്നെ നിങ്ങളെ കല്യാണം കഴിപ്പിച്ച് അയപ്പിക്കും എന്ന രീതിയിൽ പിതാവ് ഭീഷണിപ്പെടുത്തിയിരുന്നു. അപ്പോൾ കുട്ടികൾ പറഞ്ഞത് ഇന്ത്യക്കാരെ വിവാഹം കഴിക്കാൻ താല്പര്യമില്ല എന്ന തരത്തിലൊക്കെയായിരുന്നു ഈ കുട്ടികളുടെ പ്രതികരണം. അങ്ങനെ കൊറിയൻ സംസ്കാരത്തോട് അമിതമായ താല്പര്യം ഈ കുട്ടികൾക്കുണ്ടായിരുന്നതാണ് നിലവിൽ ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. എന്തായാലും കേസിൽ ഇപ്പോഴും ഇതുമായി ബന്ധപ്പെട്ട വിശദമായ അന്വേഷണം പുരോഗമിക്കുന്നുണ്ട്. ഏത് സാഹചര്യമാണ് ഇതിന് പിന്നിൽ, ഈ 3 കുട്ടികളുടെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട കൃത്യമായ കാരണത്തിലേക്കാണ് പോലീസ് അന്വേഷിക്കുന്നുണ്ട്. കേൾക്കുമ്പോൾ ഈ പറഞ്ഞ നമുക്കറിയില്ല പുതിയ കുട്ടികളുടെ കാര്യം, പക്ഷെ കേൾക്കുമ്പോൾ അവിശ്വസനീയമോ എന്തോ സീരിയസ് കാണും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.